സുലൈമാൻ എന്ന ഇസ്ലാമിക പ്രഭാഷകൻ ഒരു സുപ്രഭാതത്തിൽ ക്രിസ്ത്യാനിയായി മാറുന്നു. കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നു. മാരിയോ ജോസഫ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുന്നു. കേരളത്തിലെ പ്രമുഖ ധ്യാന കേന്ദ്രമായ ഡിവൈനിലെത്തി പ്രഭാഷണം ആരംഭിക്കുന്നു. വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടിയുള്ള തന്റെ പീഡാസഹനങ്ങൾ വിവരിക്കുന്നു. എല്ലാവരുടെയും സഹതാപം പിടിച്ചുപറ്റുന്നു. പ്രസംഗത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ച് പ്രസിദ്ധനാകുന്നു. പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്നുകൂടി ചേർക്കുന്നു. അദ്ദേഹം യൂട്യൂബ് പ്രഭാഷണങ്ങൾ ആരംഭിക്കുന്നു. ലോകപ്രസിദ്ധനായി തീരുന്നു. കേരള കത്തോലിക്ക സഭയുടെ ബൗദ്ധിക മണ്ഡലത്തിൽ 2 പതിറ്റാണ്ടുകളായി ശക്തമായ സ്വാധീനം ചെലുത്തി വരുന്നു. കൂട്ടത്തിൽ കോടീശ്വരനുമാകുന്നു. എന്നാൽ ഇദ്ദേഹം ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയാണോ, അതോ എല്ലായിടത്തും നുഴഞ്ഞുകയറി മതത്തിനു വേണ്ടി എന്ത് വ്യാജ പ്രവൃത്തിയും ചെയ്യുന്ന മൗദൂദി ഏജന്റ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ ഇനി പറയുന്നതാണ്. കത്തോലിക്ക വിശ്വാസികളെ ബൗദ്ധികമായി സ്വാധീനിക്കാനാണ് അദ്ദേഹം തന്റെ പ്രഭാഷണങ്ങളിലൂടെ തീവ്രമായി ശ്രമിക്കുന്നത്. ബൈബിൾ വ്യാഖ്യാനിക്കുക എന്നതിനേക്കാൾ ഉപരി തന്റെ പ്രഭാഷണങ്ങൾ വഴി ഖുറാനിലെ ആശയങ്ങൾ ക്രിസ്ത്യാനികൾക്ക് പങ്കുവെച്ചു കൊടുക്കാനാണ് അദ്ദേഹം പരിശ്രമിച്ചിട്ടുള്ളത്. ഈശോ മിശിഹായും ഖുറാനിലെ ഈസാ നബിയും ഒരാളാണെന്ന ധാരണ വിശ്വാസികളിൽ പരത്തുകയും അതിനാൽ ഖുറാനും ബൈബിൾ പോലെ ബഹുമാനിക്കപ്പെടണമെന്ന ചിന്ത വിശ്വാസികളിൽ ഉളവാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഖുറാൻ ഈശോയെ വെറും പ്രവാചകനായി തരം താഴ്ത്തുന്നു എന്ന വിവരം വ്യക്തമാക്കുന്നില്ല. ഇദ്ദേഹം പരിശുദ്ധ കന്യാമറിയവും ഖുറാനിലെ മറിയം ബീവിയും ഒരാളാണെന്ന് വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഖുറാൻ മറിയത്തെ ബഹുമാനിക്കുന്നുവെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഖുറാനിലെ മറിയം ബീവിയെ തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് സഭയുടെ ചില പഠനങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ കടന്നു വന്നിട്ടുണ്ട് എന്നത് സമ്മതിക്കുന്നു. എന്നാൽ അവയെടുത്ത് വിപുലമായി വ്യാഖ്യാനിച്ച വിശ്വാസികളുടെ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഏതാണ്ട് തുല്യമാണെന്ന ധാരണ വ്യാപകമായി പരത്തിയത് മാരിയോയാണ്. ഇതിന്റെ ഫലമായി ചില വ്യക്തികൾ ഖുറാൻ ബൈബിൾ പോലെ പൂജ്യമായി സൂക്ഷിക്കുവാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ മറ്റു പ്രഭാഷകരും വളരെയധികം സ്വാധീനിച്ചു. ഖുറാൻ എന്താണെന്ന് വ്യക്തമായി പഠിക്കാത്ത പലരും ഇത് തന്നെ പ്രഘോഷിച്ചു തുടങ്ങി. തൽഫലമായി ആളുകൾക്ക് ഇസ്ലാമിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുകയും സഹോദര മതം എന്ന ചിന്ത രൂപപ്പെടുത്തുകയും ചെയ്തു. ഈ ചിന്ത ധ്യാനത്തിൽ പങ്കെടുത്തിരുന്ന അവരുടെ കുടുംബങ്ങളിലേക്കും വ്യാപിച്ചു. ഇദ്ദേഹവും ഭാര്യയും കൂടി അവതരിപ്പിക്കുന്ന വീഡിയോകൾ വചനപ്രഘോഷകരുടെ അടക്കത്തോടും ഒതുക്കത്തോടും കൂടിയല്ല കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കുടുംബത്തെക്കുറിച്ച് അവർ ധാരാളം വീഡിയോകൾ ചെയ്യുമ്പോൾ പോലും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ നെടുന്തൂണായി കരുതപ്പെടാവുന്ന പ്രൊലൈഫിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ചില പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പച്ച കള്ളങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് IS-ൽ ചേർന്ന മെറിൻ മരിയ ജേക്കബിന്റെ സഹോദരൻ ജെറിനെ മാനസാന്തരപ്പെടുത്തി ഇസ്ലാമിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത് താനാണെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നാൽ ഈ ജെറിൻ ഒരിക്കലും അത്തരത്തിൽ പോയിട്ടില്ല എന്നതും തികഞ്ഞ ക്രിസ്തീയ വിശ്വാസിയാണെന്നതും സഹോദരിയുടെ വിധിയിൽ കഠിനമായി ദുഃഖിക്കുന്ന വ്യക്തിയാണ് എന്നതുമാണ് യാഥാർത്ഥ്യം.